التمسك بالأثر نجاه. السؤال التاسع والستون 69ാമത്തെ ചോദ്യം. മാതാ തഫ്അലു ഖബ്ല അൻ തഖറഅ മിനൽ മുസ്ഹഫ്. മുസ്ഹഫ് നമ്മൾ ഓതി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുസ്ഹഫ് ഓതണം എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞു, ധാരാളം ഉണ്ട് വിഷയങ്ങൾ, ചുരുക്കി പറയാം. അപ്പം അങ്ങനെ ഓതാൻ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അൽ ജവാബ്, ഉത്തരം, അതവദ്ദഉ, ആദ്യം വുദൂ ചെയ്യണം. നമ്മൾ മുസ്ഹഫ് എടുക്കുന്നതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ബാക്കിയുള്ള പുസ്തകങ്ങൾ, കിതാബുകൾ പോലെയല്ല മുസ്ഹഫ്. അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും പദവിയും മഹത്വവും ഉണ്ട്. അല്ലെ, അള്ളാഹുവിൻ്റെ കലാമല്ലേ. അള്ളാഹുവിൻ്റെ സംസാരം ബാക്കിയുള്ളവരുടെ സംസാരം പോലെയല്ലല്ലോ, അത് വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് എന്നുള്ളത് ബാക്കിയുള്ള കിതാബുകൾ പോലെ ആകാൻ പാടില്ല. ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയുകയോ തുറന്നിടുകയോ കേടുവരുന്ന രൂപത്തിൽ അതിനെ വയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നിലത്തിടുകയോ വലിച്ചെറിയുകയോ അങ്ങനെയൊന്നും മുസ്ഹഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ശുദ്ധിയില്ലാതെ മുസ്ഹഫ് എടുക്കുക എന്നുള്ളത് അത് ഹറാമാകുമോ ഇല്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട നല്ല കാര്യമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉളൂവിലൂടെ മാത്രമേ, ഉളൂവിലായിരിക്കെ മാത്രമേ മുസ്ഹഫ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം വുളൂ ചെയ്യുക, തവദ്ദഉ. സുമ്മ അസ്തഈദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട ഷൈത്താനിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടും. എന്നുവെച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിത് പറയാതെ ഖുർആൻ ഓതുന്നതിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഓതുന്നവർക്ക്, അനുഭവമുള്ളവർക്ക് അറിയാം, പെട്ടെന്ന് ഉറക്കം വരും, മറ്റ് തിരക്കുകൾ മറ്റ് ചിന്തകൾ മനസ്സിൽ വരും, അല്ലെങ്കിൽ കോട്ടുവായിടും ഒരുപാട്. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ ഖുർആൻ ഓതുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാൻ ശൈത്താൻ എല്ലാ തരത്തിലും പണിയെടുക്കും. എന്തുകൊണ്ടാണ് ശൈത്താൻ നമ്മൾ ഖുർആൻ ഓതുന്നത് തീരെ ഇഷ്ടമില്ലാത്തത്? കാരണം നമ്മൾ ഖുർആൻ ആലോചിക്കാൻ എന്ന് തുടങ്ങിയോ, ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ എന്ന് ആരംഭിച്ചോ, അന്ന് നമ്മൾ ശൈത്താൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ ശൈത്താൻ നമ്മുടെ മേൽ യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കാര്യത്തിൽ, ഈ ഒരു ഗുണത്തിൽ, ഈ ഒരു ഖൈറിലേക്ക് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശൈത്താൻ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റുന്നത്. അപ്പം ആ ഒരു തന്ത്രങ്ങളിൽ അത് നമുക്ക് പ്രയാസമാകാതിരിക്കാൻ, നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അഊദു ചൊല്ലേണ്ടത് എപ്പോഴാണ്? എപ്പോഴും ചൊല്ലണം. എന്ന് വെച്ചാൽ നമ്മളൊരു സൂറത്തിൻ്റെ ആദ്യമല്ല, തുടക്കമല്ല, സ്റ്റാർട്ടിങ് അല്ല, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അഊദു ചൊല്ലണം. അഊദു ചൊല്ലിയിട്ടാണ് സൂറത്ത് നമ്മൾ ഓതി തുടങ്ങുമ്പോൾ ആദ്യം ഔദ് ചൊല്ലുക എന്നുള്ളത് അനിവാര്യം. പിന്നെ സൂറത്തിൻ്റെ ആരംഭമാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ഓതണം. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ, ആ ഒരു രീതിയിലാണ് ഓതേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയുടെ ഇടയിൽ വെച്ച് ഓതുകയാണെങ്കിലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. എന്നുവെച്ചാൽ സൂറത്തിൻ്റെ തുടക്കമാണെങ്കിലും ഇടയിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഔദു ഓതുക എന്നുള്ളത് അനിവാര്യം. ഓതി തുടങ്ങുമ്പോൾ ആദ്യം ഓതും. എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ ഓതിയിട്ടില്ല, കുറേ നേരമായിട്ട് ഖുർആൻ ഓതിയിട്ടില്ല, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, മുസ്ഹഫ് എടുത്ത് ഓതാനിരിക്കുക. അങ്ങനെ ഓതുമ്പോഴാണ് ആദ്യം ഔദു ചൊല്ലേണ്ടത്. അതല്ല, നമ്മൾ ഓതി ഒരു സൂറത്തിന് അടുത്ത സൂറത്തിലേക്ക് എത്തി, ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു, നമ്മൾ സൂറത്തുൽ ബഖറ ഓതുമ്പോൾ പിന്നെയും ഔദു ഓതണമെന്നില്ല, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം പറയേണ്ടതുള്ളൂ.